ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. വീണ്ടും എൻ്റെ ചാനൽ ആൻറ്റിക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കോയിൻസിനെ കുറിച്ച് അറിഞ്ഞു. പക്ഷെ ലാസ്റ്റ് വീഡിയോസിനകത്ത് അതിൽ നിന്ന് മാറി നമ്മളുടെ കളക്ടേഴ്സ് കോയിൻ കളക്ഷനുള്ള കുറേ ടൂൾസും അവർക്ക് യൂസ് ചെയ്യാവുന്ന ടൂൾസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അവരുടെ ടൂൾസാണത്. ടൂൾസും അതിനെ ഉപയോഗിക്കുന്ന ആൽബംസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് ഞാൻ നമ്മൾ കോയിൻസിൽ ഏറ്റവും താഴെ 25 പൈസ കോയിൻ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 25 രൂപയുടെ നമ്മൾ കോയിൻസ്, നേരത്തെ നമുക്ക് ഇറങ്ങിയിരുന്ന കോയിൻസിനകത്ത് കോപ്പർനിക്കലിൻ്റെ ആയിരുന്നു കോയിൻസ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചെറിയ കോയിൻസ് വന്നു. റൈനോയുടെ ഇതുള്ള കുറേ കോയിൻസ് വന്നായിരുന്നു. അത് സ്റ്റാർട്ടായത് 1988 തൊട്ട് 2002 വരെ ആ കോയിൻസ് പ്രിൻ്റ് ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പബ്ലിഷിങ് ചെയ്തു. അപ്പോൾ ആ ടൈമിലുള്ള മിൻറ്റിനകത്ത് 3 മിനിറ്റ് 4 മിനിറ്റ് അതല്ലാതെ ഒരു ഇന്ത്യൻ അല്ലാത്ത ഒരു കൺട്രിയുടെ, ഒട്ടാവ എന്ന് പറയുന്ന കൺട്രിയുടെ മിൻറ്റും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡായി ഒരു വർഷത്തിൽ. ഒട്ടാവ എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ മിൻറ്റും കൂടെ ആഡായി. അപ്പോൾ അങ്ങനെ ആഡായി കഴിഞ്ഞപ്പം ആ ഒരു വർഷം മാത്രം ആഡാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ 4 മിനിറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന കോയിൻസിൻ്റെ എണ്ണം നമുക്ക് വേണ്ട യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ വില റേറ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ആ കോയിൻസിൻ്റെ പ്രൈസ് കൂടുതലായതുകൊണ്ടും നമ്മൾ ഒട്ടാവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അതിനെക്കാട്ടി വില കുറച്ച് രീതിയിൽ അവിടെ നിന്ന് നമ്മൾ പബ്ലിഷ് ചെയ്ത് കുറച്ച് കോയിൻസ് അവിടെ നിന്നും നമ്മൾ മേടിച്ചിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് ഇറങ്ങിയിരുന്ന മിൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് മിൻറ്റ്, കൽക്കട്ട മിൻറ്റ്, മുംബൈ മിൻറ്റ്, അതുപോലൊക്കെ ഈ ഒട്ടാവ എന്ന് പറയുന്ന മിൻറ്റ് ഒരു വർഷം ഇറങ്ങിയിരുന്നു. അതിനകത്ത് നമുക്ക് ആ ഒരു കോയിൻസ്, ആ റൈനോയുടെ ആ കോയിൻ നിർമ്മിച്ചിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, ഫെറിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മെറ്റലിലാണ് നിർമ്മിച്ചിരുന്നത്. നിർമ്മിക്കാൻ കാരണം അതിന് പെട്ടെന്ന് തേയ്മാനമോ അതുപോലൊക്കെ അതിൻ്റെ അതിൻ്റെ തിളക്കത്തിന് വ്യത്യാസമോ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു മെറ്റലിൽ നിർമ്മിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു മെറ്റൽ നിർമ്മിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം 3 മിനിറ്റ് 1988, 1989, 1990 ഈ 3 വർഷത്തിലും ഈ റൈനോയുടെ മിൻറ്റും പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കോപ്പർനിക്കലിൻ്റെ 25 റുപ്പീസ് കോയിനും സെയിം ടൈമിൽ പബ്ലിഷ് ചെയ്തിരുന്നു ഈ 3 വർഷം. അപ്പം അതിനകത്ത് ഈ കോപ്പർനിക്കലിൻ്റെ കോയിൻ നിർത്തിയിട്ട് ഈ ഫെറിക് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറാൻ കാരണം കോപ്പർനിക്കലിൻ്റെ വില റേറ്റ് കൂടുതലായിരുന്നു. പബ്ലിഷ് ചെയ്യുമ്പോൾ ആ 25 പൈസ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയലിൻ്റെ അത്രയും അതിന് വില കൂടുതലായതുകൊണ്ടാണ് ആ ടൈമിൽ അവർ ആ ഒരു സ്പെഷ്യൽ മെറ്റലിലേക്ക് മാറുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് നമ്മുടെ
റൈനോ കോയിൻസ് ഉണ്ട്. അതിനകത്ത് വാല്യുബിൾ ഏതാണ് അത് നമുക്ക് നോക്കാം. അത് ഏറ്റവും വാല്യുബിൾ ഏതാണ്, അത് ഇത്രയും വർഷത്തിനകത്ത് ഈ 1988 തൊട്ട് 2000 വരെ, എന്നുവെച്ചാൽ 1988 തൊട്ട് 2000 വരെ ഉള്ള കോയിനുകളിനകത്ത് ഏറ്റവും വാല്യുബിളായിട്ടുള്ള കോയിൻ ഏതാണ്. ഇതിനകത്തൊന്ന് ഒരു കോയിൻ ഏകദേശം 1000-ൽ മേലെ വിലയുള്ളതാണ് എന്ന് പറഞ്ഞാൽ തൗസൻഡ്സിൽ വരുന്ന കോയിനാണ്. അപ്പം അത് നമുക്ക് കണ്ടാൽ ഈ കോയിൻ ആരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം ഒരു വേറൊരു 25 പൈസ കോയിൻ, ഈ 1988 അല്ലാതെ ഇതിനു മുന്നേ ഒരു 25 പൈസ കോയിൻ 1980-ലെ ബോംബെ മിൻറ്റിലുള്ള ബോംബെ മിൻറ്റ് മാർക്കുള്ള കോയിനാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. ഇതിൻ്റെ ഈ ഞാൻ പറയുന്ന എല്ലാത്തിൻ്റെയും പിക്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയ്ക്ക് കൂടെ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഈ മൊത്തം മിനിറ്റും പിക്ചേഴ്സ് ഉൾപ്പെടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം. അതിനകത്ത് ഉള്ള എഴുതിയേക്കുന്ന മിനിറ്റ് മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്തെടുക്കണം. ആ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ അത് ഹെൽപ്പാവും. അപ്പം അതുകൊണ്ട് ആ മിനിറ്റ് മാർക്കിലുള്ള നിങ്ങൾ നോക്കുക. അപ്പം ഈ 25 പൈസ ഈ ഞാൻ പറയുന്ന ഒരു വാല്യൂ ഉള്ള, ഞാൻ പറഞ്ഞ തൗസൻഡ്സ് വാല്യൂ ഉള്ള ഒരു കോയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പെരക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അകത്ത് ഉള്ള അതും നിങ്ങൾ ഒരു കൂടുതൽ എമൗണ്ടിലുണ്ടെങ്കിൽ അതിന് നല്ലൊരു തുക കിട്ടും. അതല്ലാതെ ഈ 25 പൈസ കോയിൻ 1980-ലെ ബോംബെ മിൻറ്റ് മാർക്കുള്ളത് അതിൻ്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ബോംബെ മിൻറ്റ് മാർക്കുള്ള അതിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ശരിക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇത്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപയുള്ള കോയിനും അതല്ലാതെ നമ്മുടെ ഈ 1988 തൊട്ട് 2002 വരെയുള്ള ആ കോയിനുകളുടെ ഡീറ്റെയിൽസ് ഞാനിപ്പം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അത് കാണുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നിങ്ങളിത് കണ്ടോളൂ. ആദ്യം ഇത് കാണും. ഇതിനകത്ത് ഈ കാണിക്കുന്ന എല്ലാ മിൻറ്റ് മാർക്കും അത് നോക്കുക, അത് എഴുതുക, അത് എഴുതി സൂക്ഷിക്കുക. അപ്പം സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങളിത് എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, നിങ്ങൾക്ക് എളുപ്പം എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അടുത്തത് ഈ മിൻറ്റ് മാർക്ക്, ഞാൻ ഈ പറയുന്ന മിൻറ്റ് മാർക്കിലുള്ള ഇത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതിന് തുടർന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം.
അപ്പം നിങ്ങൾ എല്ലാം കണ്ടു കാണുമായിരിക്കും. ഞാൻ അതിനകത്ത് പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏതൊക്കെ മിൻറ്റിലാണ് വരുന്നത് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇയർ പറയുന്നത് 1988 ആണ് ഒട്ടാവ മിൻറ്റിൽ അതിൻ്റെ പബ്ലിഷ് ചെയ്തിരുന്നത്. ഇതിനകത്ത് ഈ ടോട്ടൽ 5 മിൻറ്റിലാണ് ഇത് പ്രിൻ്റ് ചെയ്തിരുന്നത്. മുംബൈ മിൻറ്റ്, കൽക്കട്ട മിൻറ്റ്, ഹൈദരാബാദ് മിൻറ്റ്, നോയിഡ മിൻറ്റ്, അതല്ലാതെ ഒട്ടാവ എന്ന് പറയുന്ന മിൻറ്റ്, അതാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഈ കാണിച്ചതിനകത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു. ഇനിയും നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ പോകുന്നത് ഇതിൻ്റെ വാല്യൂ ആണ്. വാല്യൂ എന്ന് പറയുമ്പം നമുക്ക് ഓരോന്നിനും ഓരോ വർഷത്തേതിനകത്ത് ഏറ്റവും കൂടുതൽ പല ടൈപ്പിൽ പല വർഷത്തിലേ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടിയതും കുറഞ്ഞതുമായിട്ട് റേറ്റ് ഏതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇയർ 1997 റൈനോ കോയിൻ, അതിൻ്റെ കൽക്കട്ട മിൻറ്റ്, അതിൻ്റെ വില 50 രൂപ തൊട്ട് 75 രൂപ പെർ കോയിനാണ്. കാണാം നിങ്ങൾക്ക്. ഇപ്പം ഇവിടെ കാണുന്ന ആ കോയിന് 50 രൂപ തൊട്ട് 75 രൂപ പെർ കോയിനാണ് കൽക്കട്ട മിൻറ്റിന്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അടുത്തത് 2 ടൈപ്പിലെ കോയിനുകളാണ് ഇയറിൽ. അതെന്ന് പറയുന്നത് 1992 കൽക്കട്ട മിൻറ്റും ഹൈദരാബാദ് മിൻറ്റും, 1997 ഹൈദരാബാദ് മിൻറ്റും ൻ്റെ വില 50 രൂപ തൊട്ട് 100 രൂപ പെർ കോയിനാണ്. എല്ലാം മനസ്സിലാക്കണം. 92 2 കോയിന് കൽക്കട്ടയും ഹൈദരാബാദ് മിൻറ്റും, അതുപോലൊക്കെ 97 ഒരു മിൻറ്റ് ഹൈദരാബാദ് മിൻറ്റ്. ഈ 3 കോയിൻ്റെ വില ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നത് 50 രൂപ തൊട്ട് 100 രൂപ പെർ കോയിനാണ്. ഓക്കെ, ഈ കാണാൻ നിങ്ങൾക്ക് പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാൻ നിങ്ങൾക്ക്. അടുത്തത് നമുക്ക് വരുന്നത് 1993 2 കോയിൻ, ബോംബെ മിൻറ്റും കൽക്കട്ട മിൻറ്റും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇയർ 1993, അതിൻ്റെ 2 മിൻറ്റ്, ബോംബെ മിൻറ്റും കൽക്കട്ട മിൻറ്റും. ഈ 2 കോയിനുകൾ മാർക്കറ്റ് പ്രൈസിൽ വരുന്നത് 100 രൂപ തൊട്ട് 200 രൂപ പെർ കോയിനാണ്. ഓക്കെ, ഞാൻ പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരിക. കുറഞ്ഞ തൊട്ട് മേളിലോട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 100 തൊട്ട് 200 രൂപ വരെ കോയിന് വില വരുന്ന വർഷത്തിലെ കോയിന്. അടുത്തതാണ് ഏറ്റവും ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വാല്യുബിൾ കോയിൻ. അത് ഇയർ 1993 ഹൈദരാബാദ് മിൻറ്റ് 3000 തൊട്ട് 7000 രൂപ വരെ പെർ കോയിൻ വിലയുണ്ട്. എത്രയാണ്? 3000 തൊട്ട് 7000 രൂപ പെർ കോയിൻ വിലയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഈ 1993 ഹൈദരാബാദ് മിൻറ്റിൻ്റെ ഏകദേശം ഒരു 100 കോയിൻ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ തൊട്ട് 7 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. 100 കോയിൻ വേണം, പക്ഷേ സെയിം മിൻറ്റ് ആയിരിക്കണമെന്നുള്ളൂ. കൽക്കട്ട മിൻറ്റ് ഒന്നും അല്ലായിരിക്കണം, ഹൈദരാബാദ് മിൻറ്റ് ആയിരിക്കണം. ഹൈദരാബാദ് മിൻറ്റ് 1993 വർഷത്തിൻ്റെ റൈനോ കോയിൻ, നമ്മുടെ റൈനോയുടെ പടമുള്ള ഫെറക് സ്റ്റീലിൻ്റെ കോയിൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, അപ്പോൾ വരുന്നുണ്ട്. അപ്പം അത്
നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അത്രയും ഞാൻ 25-ൻ്റെ കോയിൻ ഇനിയുണ്ട്. നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടാം. ഞാൻ വലുതായിട്ട് നീട്ടുന്നില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പം ഓരോ ഘട്ടമായിട്ട് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ കൂടുതലും പറഞ്ഞേക്കുന്നത് ആ 1988 തൊട്ട് 2002 വരെയുള്ള കോയിൻസിനെ കുറിച്ചാണ്. അതെല്ലാം പബ്ലിഷ് ചെയ്തത് റൈനോ കോയിൻസിനെ കുറിച്ചാണ്. ഫെറിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയേക്കുന്ന ആ കോയിനെ കുറിച്ചാണ് ഞാൻ തന്നെ ആ ഫെറിറ്റിക് കോയിൻ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കോയിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇനി അടുത്തതിനകത്ത് ഇനിയുണ്ട് 25 പൈസ കോയിൻ ഒത്തിരി ഉണ്ട് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതല്ല, പക്ഷേ ഈ റൈനോ കോയിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ഇതൊക്കെ സൂക്ഷിച്ച് എഴുതി വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് ഷെയറും ചെയ്യുക, ആൾക്കാർക്കൊക്കെ ഷെയറും ചെയ്യുക. കളക്ഷൻ ചെയ്യാൻ മുന്നോട്ട് വരിക. കൂടുതൽ കളക്ഷൻ ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനകത്തു നിന്ന് നല്ല കളക്ഷൻ ചെയ്യുന്നതിന് പല ടൈപ്പിലെ കളക്ഷൻസും അല്ലെങ്കിൽ എക്സിബിഷനിലും ഒക്കെ നമുക്ക് ഇത് വിറ്റ് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഇതിനായിട്ട് തന്നെ ഉണ്ടാക്കരുത്. കുറച്ച് ഒരു സെറ്റ് കോയിൻസ് നമുക്ക് കളക്ഷനിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വിൽക്കുകയോ അത് വിറ്റിട്ട് നമുക്ക് എമൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ കളക്ഷൻ നോക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ പുതിയത് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും പരിചയപ്പെടാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നമസ്കാരം.